നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇതൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റൂല. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത്ര ശബ്ദമലിംഗന ഒരു പൊല്യൂഷനാണ്. ദേവാലയങ്ങളിലായാലും ഈ അനൗൺസ്മെന്റ് വളരെയധികം ശബ്ദകോശങ്ങൾ ഉണ്ടാക്കുന്നത്. അത് നമ്മളിപ്പോൾ ഏതൊരു മതത്തെക്കുറിച്ച് അങ്ങനെ മോശമായി പറയുന്നല്ല, നമുക്കതൊരു മാറ്റം പാടും, അത്രേ ഉള്ളൂ. അപ്പോൾ ലത്തീഫിക്ക, മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. പിന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ധാരാളം ചേഞ്ചുകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഒരുപാട് പേര് അതേക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത്രയും നാളത്തെ UK അനുഭവത്തിൽ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ UKയുടെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ഞാൻ ഇവിടെ കേരളത്തിൽ നിന്ന് UK വന്നപ്പോൾ എനിക്ക് ഞെട്ടിപ്പോയ അനുഭവമാണ്. ഞാനെൻ്റെ സ്വപ്നം കണ്ട് എൻ്റെ വിഭാവനം ചെയ്ത ഒരു UK അല്ല ഇത്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കുമ്പോൾ നമ്മളൊരു കേരളത്തിൻ്റെ ഒരു പതിപ്പോ, അല്ലെങ്കിൽ ഒരു ഉത്തരേന്ത്യൻ്റെ പതിപ്പോ, അല്ലെങ്കിൽ ഒരു ബീഹാറിൻ്റെ പതിപ്പോ, ഒരു പരിച്ഛേദം ചെയ്തിട്ടുള്ള ഒരു പതിപ്പായിട്ടാണ് തോന്നുന്നത്. ഇവിടുത്തെ രീതികൾ തന്നെ വ്യത്യാസമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൾച്ചർ, ഇപ്പോൾ ഈ കൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ കുറേ ആൾ എന്നെ വിമർശിക്കും. ഭാഷ എന്തൊക്കെയാണ് കൾച്ചറിൽ വരുന്ന ഡെഫിനേഷൻ കൃത്യമായി പറഞ്ഞുതരാം. ഭാഷ, വേഷം, വിശ്വാസം, പെരുമാറ്റം, ആചാരം, ഇങ്ങനെ കുറേ ഘടകങ്ങൾ കൂടിയാണ് കൾച്ചർ. അത് ആളുകൾക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നത് ആളുകൾ പറയും നിൻ്റെ കൾച്ചറല്ലേ അതങ്ങനെ, നിൻ്റെ അത് അങ്ങനെയല്ലേ, നീ അങ്ങനെയല്ലേ വളർന്നത്. ആ രീതിയാണ് ചുറ്റുപാടിൽ നിന്ന് കിട്ടേണ്ടതാണ്. നമ്മൾ ഇവിടുത്തെ കുട്ടികളെ നോക്കുക, ഇവിടുത്തെ പേരൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വളരെയധികം അത്ഭുതത്തോടെ കണ്ടൊരു കാര്യമുണ്ട്. ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എമിറേറ്റ്സോ എയർ ഇന്ത്യ ആയാൽ പോലും ഇല്ല, കുട്ടികളുടെ നിർത്താതെ കരയുന്നത്. എന്താണ് ഒരു അസ്വസ്ഥ പോലെ വരുന്നത്. ഇവിടെ കുട്ടികൾ ആരും അങ്ങനെ കരയുന്നത് ഞാൻ കണ്ടില്ല. പൊതുവെ പബ്ലിക് പ്ലേസിലായാലും അതുപോലെ റെസ്റ്റോറൻറ്റിലായാലും എവിടെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കിങ്ങനെ കരയുന്നില്ല. എന്താ പറയുക, ഇവിടെ ജീവിതത്തിനൊരു താളമുണ്ട്. കാരണം തല്ലിപ്പവിച്ച മാങ്ങയുണ്ടല്ലോ, അത് തിന്നാൻ കൊള്ളൂല എന്ന് നമ്മളെ പഴമക്കാർ പറയും. അതുപോലെ നമ്മുടെ നാട്ടിലെ രീതി, ആ രീതി മാറണം. കാലത്തിനനുസരിച്ചിട്ട് കുട്ടികളെ മാറ്റണം. നമ്മൾ ജപ്പാന്, അതുപോലെ കൊറിയ, അതുപോലെയുള്ള വികസന രാജ്യങ്ങളുണ്ടല്ലോ, അവിടുത്തെ സിസ്റ്റങ്ങൾ നോക്കണം. കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. നമ്മളിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടിയുണ്ട്. ആ കുട്ടി വീട്ടിലേക്ക് വന്ന് ഇടയ്ക്കിടയ്ക്ക് അവരൊക്കെ ടൂർ പോലെ പോകുന്നുണ്ട്. പാരിങ് ക്യാമ്പിങ് അതുപോലെയൊക്കെ ഇപ്പോൾ സംഭവങ്ങളുണ്ട്. ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ഇൻട്രാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ രീതിയിലേക്ക് നമ്മൾ മാറണം. നമ്മളിപ്പോഴും കുറേ പഴയ കാലത്തിലൊരു ശാസ്ത്രീയപരമായിട്ട് വളർന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മാറണം. ചിലർ പറയും നമ്മൾ മാറുകയല്ലേ, കുറേ വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമല്ല മാറ്റം ഉണ്ടാകുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു രൂപത്തിലേക്കല്ല മാറ്റമല്ല, നമ്മൾ ഹൃദയപരമായിട്ട് മാനസികപരമായിട്ട് നമ്മൾ യത്നിക്കണം. അതൊരു മാറ്റങ്ങളുണ്ടാവും. ഇവിടെ എനിക്ക് വളരെ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു രീതി എന്നെ വളരെയധികം ആകർഷിച്ചു. കുട്ടികളിപ്പം സിഗ്നൽ വെട്ടിക്കിടക്കുമ്പോൾ അവർ ആ കൃത്യമായിട്ട് ആ പച്ച മനുഷ്യൻ്റെ രൂപം പതിയുന്നത് വരെ അവർ കാത്തു നിൽക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ജീവിത രീതിയാണ്. ചുട്ടയിലെ ശീലം ചുടലേ വരെ എന്ന് പറയുന്നില്ല നമ്മളെ കാലത്ത്. അതായത് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അതിനൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് മരിക്കുന്നവരെ ചുടലവരെ അത് എത്തുന്നതാണ് എൻ്റെ കണക്ക്. ഇവിടെ വന്നു ഒരു പാസ്പോർട്ട് എടുത്ത് ഒരു വിസ എടുത്തു, അല്ലെങ്കിൽ കാര്യങ്ങളൊരു രീതിയിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം അവിടെ ഇട്ടിട്ട് പോകും. അതുപോലെ തന്നെ വിരിപ്പുകൾ മടക്കി വെക്കൂല. അതൊക്കെ സഹിക്കാം. രാത്രി 2 മണിക്കുണ്ടാവും നാട്ടിലേക്ക് പോകുമ്പോഴേക്കും. രാത്രി 2 മണിക്ക് അമ്മച്ചിനെ വിളിച്ച് നാട്ടിലേക്ക് ഫോൺ ചെയ്യാന്ന്. അതായത് മറ്റുള്ളവർക്ക് ഉറങ്ങണ്ടേ. ഇതിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്ത് 2 മണിക്ക് പോയി ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു. പിന്നെയും ഇതേ സംഭവം. അതുപോലെ തന്നെ വാതിൽ തുറന്നിടുക. ഒന്നാമത് ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു സേഫ്റ്റി സ്ഥലമല്ല. വാതിൽ തുറന്നിട്ടിട്ട് ഇങ്ങനെ വിളിക്കുക. ശരിക്കും നാട്ടിലെ പോലെ തന്നെ. ഞാൻ പേടിച്ചു പോയി. കാരണം ഏതെങ്കിലും ഒരു കള്ളന്മാരെ ഏതെങ്കിലും വർഗത്തിൽ ഇപ്പോൾ ആൾ പെട്ടാൽ വന്ന് കയറി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ അടുത്തുള്ള ആയുധങ്ങൾ നമുക്കറിയാമല്ലോ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നത്. വേറൊരു സംഭവം കൂടി പറഞ്ഞുതരാം. അതായത് ഒരു മാർക്കറ്റിൽ ഞാൻ ബസ് കിട്ടാൻ വേണ്ടി കുറേ ബൈക്ക് എന്തൊരു ഫയർ എഞ്ചിനിൽ ഓടുന്നുണ്ട്. അങ്ങനെ ട്രെയിനിലേക്ക് പോകുമ്പോൾ ഒരു മലയാളി കുത്തിയിരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ ഭാര്യയുണ്ട്. സംഭവം എന്ന് പറയുമ്പോൾ ആളുകളെല്ലാം ചിരിക്കുന്നത്. എനിക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ അവരടുത്തെത്തുമ്പോൾ അവർക്ക് ഡ്രസ്സില്ല, ഈ പാൻറ്റും ഒന്നുമില്ല, ഒരു ഷഡ്ഡിയിട്ട് അവർ കുനിഞ്ഞിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്താ ഇത് സംഭവം. അവൻ പറഞ്ഞ് ഇങ്ങനെ ഞാൻ ഒരു ഐഫോൺ വാങ്ങിയ ഒരു സന്തോഷത്തിൽ സെൽഫി എടുത്ത് പോകുന്ന സമയത്ത് ഏതോ ഒരു കരീബിയൻസ് ഇത് നോക്കുകയും എൻ്റെ ഫോൺ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ എന്തോ കഷ്ടകാലത്തിന് ഞാനത് ഷർട്ടോട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് അത് കിട്ടാതെ പോയി. അതിൻ്റെ ദേഷ്യത്തിൽ ഇവരെന്തെന്നറിയോ, പെട്ടെന്ന് എൻ്റെ തുണി വലിച്ചു ഒരറ്റോട്. ഞാൻ തുണിയാന്ന് അന്ന് എൻ്റെ ഹസ്ബൻഡ് ഈ പുള്ളിക്കാരെ തുണിയാന്ന് എടുത്തത്. തുണി എടുത്ത് ഒരൊറ്റ ഓട്ടം. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഞാനിങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ പ്രൈമാർക്കിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ സൈസ് എനിക്കറിയില്ല, ആവറേജ് തടി 34 സൈസ് പാൻറ്റ് വാങ്ങിക്കൊടുത്ത്. ഇതെല്ലാം ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന കാഴ്ചകളാണ്. എന്നിട്ടൊരു പാൻറ്റ് മേടിച്ച് പുള്ളിക്കാരൻ്റെ കാലം അന്നേരം ഞാൻ ഇരിക്കുന്ന ചെരുപ്പ്. നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ജീവിതത്തിൽ വരാത്ത മാറ്റങ്ങളാണ്. എത്രയും പൈസ ഉള്ളവരാണ് സ്വന്തം തന്നെ വണ്ടി ഓട്ടുക, സ്വന്തം തന്നെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾ ഇവിടെ 16-17 വയസ്സുള്ള കുട്ടികളാവുന്ന സമയത്ത് തന്നെ സ്വന്തം തൊഴിൽ മേഖല കണ്ടെത്തുന്നു. അവരവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ അച്ഛനെയും അമ്മേനെ ആശ്രയിക്കുന്നില്ല. അവർക്ക് തന്നെ അവരുടെ ജീവിതോപാധിയായിട്ട് അവരെന്നെ തിരഞ്ഞെടുക്കാൻ ആർക്കും ഒരു ഭാരമായിട്ട് മാറുന്നില്ല.
ഇപ്പം നിങ്ങൾ ചോദിക്കും, ചിലർ ചോദിക്കും ഇവർക്ക് വൃദ്ധസദനം, നമ്മളൊരു ഫാമിലി കൾച്ചറിൽ നോക്കുമ്പോൾ അതൊരു പോരായ്മയായിട്ട് തോന്നുമെങ്കിലും ആധുനിക കാലത്ത് അത് അനിവാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് എല്ലാവരും തിരക്കിലാണ്. സ്വന്തം അമ്മൂമ്മേനെ നോക്കാൻ അപ്പൂപ്പനെ നോക്കാൻ ആർക്കും സമയമില്ല. ഇപ്പോൾ പറയും നമ്മൾ മാതൃത്വമാണ്, അങ്ങനെ അമ്മയാണ് ഇത്, പക്ഷെ ആർക്കും നോക്കാൻ സമയമില്ല. അതൊരെന്ത് ചെയ്യും? അവർ വീട്ടിൽ കിടന്ന് നിരയിക്കുക. അതൊരു ബെറ്റർ ഈ ഇതുപോലത്തെ വൃദ്ധസദനം തന്നെ. അതിനൊരു മാറ്റം നമ്മുടെ നാട്ടിൽ ഇത് വന്നു കഴിഞ്ഞു, കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ഈ വൃദ്ധസദനത്തിൻ്റെ കാര്യത്തിലായിരുന്നു. അതായത് ഈ നാട്ടിലെ വൃദ്ധസദനം ഇവിടുത്തെ വൃദ്ധസദനം കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് കാര്യമാണ്. നമ്മുടെ നാട്ടിലെ വൃദ്ധസദനം എന്ന് പറഞ്ഞാൽ റിസ സിനിമകളെല്ലാം നിങ്ങൾ കാണുന്നില്ല, അച്ഛനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നേരെ മറിച്ച് നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വൃദ്ധസദനം എല്ലാ ആധുനിക സൗകര്യങ്ങളും, അവർക്ക് വേണ്ടുന്ന എല്ലാ മരുന്നും ഭക്ഷണങ്ങളും അവർക്ക് അവരുടെ കുടുംബത്തോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് പോയി കാണാനും അവർക്ക് എന്തൊക്കെ തോന്നുന്നു ആ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ചില വൃദ്ധസദനത്തിലെ ആളുകൾ വയലൻ്റ് ആവും. അവരുടെ ആ ഒരു രീതിയാണ്, രോഗങ്ങൾ കാരണം, ശാരീരിക അവശതകൾ കാരണം മനുഷ്യൻ്റെ ഒരു മാറ്റങ്ങളുണ്ട്. കുട്ടികളുടെ മനസ്സ് പോലെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ആഹ്ലാദത്തിൻ്റെ ഒരു സ്ഥലമാണ്. ഇവിടെ ഒന്നത് എല്ലാവരും ഒരു പ്രൈവസി കീപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. നമുക്കിപ്പോൾ ഒരു പരിപാടിയാണെങ്കിൽ ഒരു മൈക്കും അനൗൺസ്മെൻ്റൊക്കെ കെട്ടിയിട്ട് കൊണ്ട പൊട്ടുന്ന മാതിരി ശബ്ദത്തിൽ ഇത് അവർക്ക് തന്നെ കേൾക്കാൻ പറ്റാതെ ഈ വിളിക്കുന്ന അനൗൺസ് ചെയ്യുന്നവർക്ക് തന്നെ കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള തരം അനൗൺസ്, എത്ര തരം ശബ്ദകോശങ്ങൾ, എത്ര വൃദ്ധ ആളുകൾക്ക് എത്ര രോഗികളുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരുപാട് ജനങ്ങൾ ശല്യമായിട്ട് വരുന്നത്. നമ്മൾ ഏത് രീതിയിലായാലും ഇത്തരം ശല്യങ്ങൾ നമ്മൾ മാറ്റണം. കാലാനുസൃതമായിട്ട് ശാസ്ത്രീയപരമായിട്ട് വളർന്ന രീതിയിൽ ഇതൊക്കെ ഒഴിവാക്കണം. ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ പോലെ മൈക്ക് അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമുക്കൊരു മേയറെ ഇപ്പോൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മേയറെ തിരഞ്ഞെടുക്കുക ഞാൻ കണ്ടിട്ടുള്ളത് വളരെ സൗഹാർദ്ദമായിട്ട് ഒരു ലീഫ് കൊണ്ടുതരും. നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്ന രീതിയിൽ. നാട്ടിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാർ ആ ഒരു അവസരത്തിന് മാത്രമേ അത് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. അത് ഇന്നത്തെ അടിമകളായ ഈ മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. അതൊരു ഖേദകരമാണ്. ദേവാലയങ്ങളിലായാലും ഈ അനൗൺസ്മെൻറ്റ് വളരെയധികം ശബ്ദകോശങ്ങൾ ഉണ്ടാക്കുന്നത്. അത് നമ്മളിപ്പോൾ ഏതൊരു മതത്തെക്കുറിച്ച് അങ്ങനെ മോശമായി പറയുന്നതല്ല, നമുക്കതൊരു മാറ്റം പാടും, അത്രേ ഉള്ളൂ. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശബ്ദമലിനീകരണം ഒരു പൊല്യൂഷനാണ്. നമ്മൾ വെറും ഈ അന്തരീക്ഷ മലിനീകരണത്തെ മാത്രമേ പൊല്യൂഷനിൽ പെടുത്താൻ പാടില്ല. ഈ ശബ്ദ മലിനീകരണം വളരെ പൊല്യൂഷനാണ്. അതിന് ആ രീതികളെല്ലാം മാറി വരും. ആ രീതികളെ നമ്മൾ തുടർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ രാജ്യത്തേക്ക് വരുമ്പോഴേ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരും. കാരണം ആ ഒരു ജീവിത രീതി തന്നെ പലരും ഇത് കൊണ്ടുവരാൻ നോക്കുമ്പോഴാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതേപോലെ ഇതൊക്കെ മാറ്റിയിട്ടുള്ളൊരു സ്വസ്ഥമായൊരു ജീവിതം, അവരവരുടെ ജീവിത മാർഗ്ഗങ്ങൾ, അവരവരുടെ വഴികൾ അവരവർ കണ്ടെത്തുക. നാട്ടിലെ ദേവാലയങ്ങളിൽ ഏത് പരിപാടികളായാലും നടക്കുമ്പോൾ ഈ വലിയാതെ മൈക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന മനുഷ്യർക്ക് അലോസരം തന്നെയാണ്. ഇത് പലതരം ശബ്ദകോശങ്ങൾ കണ്ട് അതൊന്നും ഇല്ലാത്തൊരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇതൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇതെന്താണെന്നുള്ളത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇവിടെ വരുമ്പോൾ അതില്ല. ഇവിടെ എന്തുകൊണ്ടാണ് മനുഷ്യൻ ആഹ്ലാദിക്കുന്ന? അവനവൻ്റെ പ്രൈവസി, അവനവൻ്റെ കാര്യങ്ങളിലേക്കുള്ള ഒരു സന്തോഷം, നല്ല ഇവിടെ ഒരു വളരെയധികം പ്രത്യേകത തോന്നുന്നത് എല്ലാവരും ആണും പെണ്ണും തമ്മിൽ നല്ല സൗഹൃദങ്ങളാണ്. മോശമായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ ഒരുപാട് ഇംഗ്ലീഷുകാരായിട്ട് ഇടപെടുന്നതാണ്. നല്ല രീതിയിൽ അവർ നല്ല രീതിയിൽ ഇടപെടുന്നു. നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ നമ്മൾ ഒരു കോഫി ഷോപ്പിൽ പോവുക, ഒരു പെൺസുഹൃത്തുമായിട്ട് കോഫി ഷോപ്പിൽ പോവുക, ഭക്ഷണം എന്തൊക്കെ ടീ കുടിക്കുക, ഇങ്ങനെ ഒരു സൗഹൃദ രീതിയിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. സൗഹൃദത്തെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാറുണ്ട്. ലോകത്തിൻ്റെ ബന്ധങ്ങൾക്കുള്ള ഊഷ്മളതയാണ് അത് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത്. ആ രീതിയിൽ നമ്മളതിനെ കാണാം. ഓരോരോ രാജ്യത്തിനും ഓരോരോ കൾച്ചറുണ്ട്. വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, വേഷം, പെരുമാറ്റം, ഇങ്ങനെ കുറേ ഘടകങ്ങൾ കൂടിയാണ്. നമ്മുടെ കൾച്ചർ യഥാർത്ഥത്തിൽ നമ്മളെ കൾച്ചറല്ല ഇത്. നമ്മളെ ഇപ്പോൾ കൊണ്ടാടുന്ന മലയാളികൾ കാലസൃതമായി മറ്റുള്ള പല പല രാജ്യങ്ങളുടെയും ഈ അധിനിവേശ കാലത്തുണ്ടായ കുടിയേറ്റങ്ങൾ സംഭവിച്ചായിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ ഭക്ഷണ രീതികളിൽ മാറ്റം വന്നിട്ടുണ്ട്, നമ്മളെ പെരുമാറ്റത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, നമ്മളെ പല ഘടകങ്ങളും നമ്മൾ മാറ്റി. ഇപ്പോൾ ഇവിടെ ഒരു ഇംഗ്ലീഷുകാരൻ്റെ ഡ്രസ്സും ഒരു ചെറുപ്പക്കാരനെ കണ്ടാലും നാട്ടിലൊരു ചെറുപ്പക്കാരനെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റില്ല. ശരിക്കും അവനിവിടെ വന്നോ തോന്നും. ആ സ്റ്റൈല് തന്നെ ഏകദേശം താരതമ്യപ്പെട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു വേഷത്തിനപ്പുറം അവരുടേതായ ഒരു സംസ്കാരത്തെ അവർ കൃത്യമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്കൊരു ഗുണകരമായിരിക്കും. നമുക്ക് മാറ്റങ്ങൾ വേണം. അതായത് ശബ്ദമലിനീകരണം കുറക്കേണ്ട കാര്യം നമ്മൾ അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഈ ഒരു നിയമം നമ്മളിപ്പോൾ ശബ്ദമലിനീകരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇത് കൊണ്ടുവന്നാൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എല്ലാ ജനങ്ങളെ പോലെ രാഷ്ട്രീയക്കാരും ചിന്തിക്കും. ഇത് ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവരണം. ഈ ബ്രിട്ടൻ എന്ന രാജ്യം 1960 മുമ്പ് ഈ രാജ്യം ഇതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും മൈക്കും കോളാമ്പിയും ശബ്ദമലിനീകരണം കൊണ്ടും പല തടസ്സങ്ങൾ 2019 ശേഷമാണ് ഇതിന് തുടക്കം കുറിച്ചത്. 2019 എൻ്റെ കൃത്യമായ ഓർമ്മ. 2019 ശേഷം അത് തുടക്കം കുറിക്കും. 2022 അത് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ പ്രാബല്യത്തിൽ വരുത്തുക മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓണടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ, പക്ഷേ ഓണടിക്കുന്ന മാത്രമല്ല ഇവിടെ പ്രത്യേകിച്ച് ഓണിൻ്റെ റേഞ്ച് അത് എത്ര തന്നെ വോളിയം വേണം, എത്ര വോളിയം കുറക്കണം എന്നുള്ള കാര്യം കൃത്യമായി രേഖപ്പെടുത്തി.
അവർ പ്രാബല്യത്തിൽ വരുന്നു. ഇവരെ സ്ഥലങ്ങൾ വൃത്തിയായി കിടക്കണം, അതായത് ബാക്ടീരിയകൾ പെരുകും, രോഗങ്ങൾ എങ്ങനെ തടയിടാം, അങ്ങനെ കുറേ ഘടകങ്ങൾ. ഇപ്പോൾ ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങളിൽ വിത്തുകൾ പോലും അങ്ങനെ ഒരു സാധനങ്ങൾ ഷൂവിൻ്റെ അടിയിലുള്ള മണ്ണ് പോലും അവിടത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, അത്രയും വൃത്തിയായിരിക്കണത്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യം മദ്യപിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, വല്ലാണ്ട് ജർക്കടിച്ച് നമ്മളെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലുണ്ടല്ലോ, ആ രീതി വളരെ വളരെ ശ്രദ്ധിക്കപ്പെടും. ക്യാമറകളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും, അവരുടെ സ്കോറിംഗ് നില താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം കൊണ്ടും എന്ന് പറഞ്ഞാൽ ഇതൊരു പൗരൻ്റെ ഒരു ഉത്തരവാദിത്ത ഘടകമാക്കി മാറ്റുമ്പോൾ ഈ രാജ്യം വികസിക്കും. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്തെന്നറിയോ? നമ്മളിപ്പോൾ പെട്ടെന്നൊരു ദിവസം ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവരണമെന്നല്ല, അവരവൻ്റെ വീടിൻ്റെ പരിസരം വൃത്തിയാകുമ്പോൾ എല്ലാവരും തീരുമാനിക്കുക അവരവൻ്റെ വീടിൻ്റെ പരിസരം വൃത്തിയാക്കുന്ന സമയത്ത് അവരുടെ വീട് പരിസരം വൃത്തിയാവും. മാത്രമല്ല അങ്ങനെ ഓരോരാൾ ചിന്തിക്കുമ്പോൾ നാട് തന്നെ വൃത്തിയാവും. അതാണ് നമ്മളിത് ഘട്ടം ഘട്ടം നാട്ടിൽ നടപ്പിലാക്കുമ്പോൾ ഓരോരോ ഗ്രൂപ്പുകളായി ഓരോ ഏരിയകളായി തരംതിരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും. ശബ്ദമലിനീകരണം തടയാൻ വേണ്ടി എല്ലാ മതങ്ങളും ഒന്നിച്ച് നിന്നുകൊണ്ട് നമ്മളിപ്പം മറ്റുള്ളവർക്ക് ഇപ്പം അതുപോലെ സംവിധാനങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ഈ ബാങ്ക് വിളിക്കേണ്ട, നിങ്ങൾ പള്ളിയിൽ കുർബാന ചെയ്യേണ്ട, അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എല്ലാം വേണം, അവരവരെ കാര്യങ്ങൾക്കെല്ലാം വേണം. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് ശബ്ദം നിർത്താനുള്ള സൗണ്ട് ജാം പോലുള്ള സംവിധാനങ്ങൾ ഫോണിൽ ബാങ്ക് വിളിക്കുന്ന രീതിയിൽ ആ രീതിയിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു വിശ്വാസപരമായ കാര്യം, നമ്മളിപ്പോൾ വിശ്വാസത്തിനൊന്നും എന്തിനല്ല, എല്ലാവർക്കും എങ്ങനെയാണ് ആർക്കും, ഞാൻ ഈ ബാങ്കിൻ്റെ അല്ല പൊതുവേ പറയുകയാണ്, എല്ലാവർക്കും നല്ല രീതിയിൽ മറ്റുള്ള ഈ കവലപ്രസംഗങ്ങൾ ഈ രാഷ്ട്രീയക്കാർ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഈ രാഷ്ട്രീയക്കാരുടെ തെറ്റായ വികസന നയങ്ങളുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ പിടിച്ചു വെക്കുന്ന കുറേ കള്ളിഷാപ്പ് മണൽ കടത്തിയ ലോറികൾ പിടിക്കുക, അതിൻ്റെ അകത്ത് മരങ്ങളിങ്ങനെ മുളക്കുക, പുല്ലുകൾ മുളക്കുക, അതിനെല്ലാം കൃത്യമായ ചാർജിങ് ഏർപ്പെടുത്തിക്കൊണ്ട് അവർ വിട്ടേക്കാനുള്ള സംവിധാനം ഉണ്ടാവും. നിയമങ്ങൾ കൃത്യമായിട്ട് ഒരു ബാധ്യതയാക്കി മാറ്റണം. ഒരു പൗരൻ്റെ ഉത്തരവാദിത്ത ബാധ്യതയാക്കി മാറ്റുമ്പോൾ നിയമങ്ങൾ ഓട്ടോമാറ്റിക് അനുസരിക്കും. ഇന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മ പറയുന്നത് കഞ്ഞി തരൂല, കഞ്ഞി കുടിക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അമ്മ പറയുന്നത് അനുസരിക്കേണ്ടി വരും. അതേപോലെ ഹോട്ടലിൽ പോകണമെങ്കിൽ കാശ് കൊടുക്കണ്ടേ, കാശില്ലെങ്കിൽ എന്ത് ചെയ്യും? അമ്മ പറയുന്നത് അനുസരിക്കുക. അതേപോലെ തന്നെ ഭരണകർത്താക്കൾ ആ രീതി പിന്തുടരണം, എന്നാലേ നാട് മാറ്റങ്ങൾ വരും. ഇവിടെ നിയമങ്ങൾ നിങ്ങൾ നിരപരാധിയാണോ? നിങ്ങൾ കൃത്യമായി നിരപരാധിയാണ്, നിങ്ങൾക്കില്ല ഒരു ശിക്ഷ ഇവിടെ കിട്ടൂല. പക്ഷെ നിങ്ങൾ നിരപരാധിത്വം കൃത്രിമമായിട്ട് ഉണ്ടാക്കാനുള്ള ശ്രമമാണെങ്കിൽ നിങ്ങൾ കുടുങ്ങിപ്പോവും. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ സ്ഥിതി അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു മയക്കുമരുന്ന് കേസിൽ ഒരു നിരപരാധിയായിരിക്കും. പിന്നെ ഒരു യാത്രക്കാരൻ വൈകുന്നേരം രാത്രി 2 മണിക്ക് ഒരു ബൈക്കോട്ടെന്ന സമയത്ത് പിറകിലിരുത്തിയായിരിക്കും. പോലീസ് പിടിച്ചു, എന്ത് ചെയ്യാം, അവരവരെ പരിചയം ഒരു സഹായം ചെയ്തതാണ്. അങ്ങനെ ഒരു നിയമങ്ങൾ അതിൻ്റെ നൂലാമാലകൾ കൊണ്ട് സങ്കീർണമാക്കിയിട്ട് ഒരു പൗരൻ്റെ ജീവിതം തന്നെ ദുസ്സഹമാക്കുകയാണ്. ഇവിടെ മറിച്ച് അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ നിരപരാധിയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യ സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങൾ നിയമം തെറ്റായി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം നിങ്ങൾ അനുഭവിക്കും. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ക്രിമിനൽ റേറ്റുകൾ കുറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ പ്രധാന മൂല്യ കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ക്രൈം നമ്മളെ കേരളത്തിലേക്ക് ഒരു വണ്ടി ഓടിച്ചാൽ, ഒരു മദ്യപിച്ചാൽ, ഒരു ശബ്ദം വേറെന്തൊക്കെ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഒരു സ്കോർ നിലയെ ബാധിക്കും. അത് പിന്നീട് വരുന്നവരുടെ ജോലി സംബന്ധമായിട്ട് വരുന്ന കാര്യങ്ങൾ അവരെ ബാധിക്കും. പിള്ളേരെ വളർത്തുന്ന നമ്മുടെ നാട്ടിലെ തല്ലെ പഴിപ്പിച്ചിട്ട് വളർത്തുന്ന രീതിയേ ശരിയല്ല. കാരണം ഒരു കാലഘട്ടത്തിൽ മാറിക്കഴിഞ്ഞു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാമിലികളിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കേസായി കുട്ടികൾ സ്കൂളിൽ പോയി കംപ്ലൈൻറ്റ്, എന്തെങ്കിലും ചെറിയ ഫ്രാക്ചർ കാലിനോ കൈക്കോ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഇത് വീട്ടിൽ പറയാതെ സ്കൂളിൽ പോയി പിന്നെ അധികൃതർ അന്വേഷിച്ച് എൻ്റെ പിറകിലേക്ക് പോകുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ഇതിനിടയിൽ ഒരു കാര്യമായ ഒരു സംഗതി ഇറക്കുന്നുണ്ട്. വരവേൽപ്പ് എന്ന സിനിമയിൽ മോഹൻലാൽ ഇങ്ങനെ ദേഷ്യം പിടിച്ച് വരുന്ന സമയത്ത് ഇന്നസെൻ്റ് ഡ്രൈവറാണ്, ആ ബസ്സിൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ ഒരു മലയാള മനോരമ പൈങ്കിളി വാസിക ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മോഹൻലാൽ ഇങ്ങനെ കടുത്ത ദേഷ്യത്തിലാണ്. ബസ്സാണെങ്കിൽ നഷ്ടത്തിൽ, ഒരു ഇടയ്ക്ക് ടയർ പൊട്ടുന്ന മോഹൻലാൽ ഇങ്ങനെ ഇങ്ങനെ പരമതയിൽ എത്തി നിൽക്കുന്ന സമയത്ത് അപ്പം മോഹൻലാൽ പോട്ടട മോനെ മനോരമ പിന്നെ വായിക്കടാ, ബസ്സിലേക്ക് ഒന്ന് കയറടാ എന്ന് പറഞ്ഞ് അനുനയിപ്പിച്ചുകൊണ്ട് ആ ഡ്രൈവർ സീറ്റിലിരുത്തുന്നത്. അതുപോലെ തന്നെ നമ്മളെ മലയാളി ഫാമിലികളിലെ രക്ഷിതാക്കളും ആ രീതി കൈകാര്യം ചെയ്യണം. കാലഘട്ടത്തിന് നമ്മൾ പഴയ രീതിയിൽ ആ പണ്ട് വലിയച്ഛൻ എന്നെ അങ്ങനെയല്ല വളർത്തിന്, വലിയച്ഛൻ എനിക്ക് ചെരുപ്പിടാൻ തന്നില്ലല്ലോ, എനിക്ക് പഠിക്കുന്ന സമയത്ത് പേന ഉണ്ടായില്ല, ഞാൻ വള്ളി നീക്കറിട്ട് കീറിയ ട്രൗസർ ഇട്ടല്ല പഠിച്ച ആ ഒരു ശാഠ്യത്തിൽ പഠിച്ചാൽ കാര്യങ്ങൾ മാറും. കാരണം ഇന്ന് വളരുന്ന പിള്ളേർ ശാസ്ത്രീയമായി എല്ലാ സംവിധാനമുള്ള ഒരു പുതിയ ലോകത്താണ്. ഇപ്പം നെൽച്ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ പിള്ളേർക്ക് അറിയില്ല നെൽച്ചെടി എന്നൊന്നും. വാട്ട് ഈസ് ദിസ് ദ നെൽച്ചെടി എന്ന് അവർ ചോദിച്ചു കൊടുക്കും. അവരവസ്ഥയാണ്. കാരണം അവരെ കുറ്റം പറയാൻ കഴിയുമോ? കാരണം അവരത് കണ്ടിട്ടില്ല, അവരനുഭവിച്ചില്ല. അവരനുഭവിക്കാത്തൊരു ലോകത്ത് അവർക്ക് വിവാഹനം ചെയ്യാൻ കഴിയില്ല. അവർ യാഥാർത്ഥ്യമാണ്.
ഇവിടുത്തെ ഒരു ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുമ്പോൾ ആത്മാർത്ഥം കഠിനമായ ജോലിയായാലും ജോലിയിൽ തന്നെ ശ്രദ്ധിക്കും. ആ ഒരു എത്ര 80 വയസ്സുള്ള ആളുകൾ ജോലി ചെയ്യുന്നത് അത്ഭുതപ്പെടും. നമ്മുടെ നാട്ടിൽ 80 വയസ്സ്, നമ്മുടെ നാട്ടിലെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് 55 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് കടന്നു എന്നാണ്. പിന്നെ വിശ്രമത്തെക്കുറിച്ച് ഒരാൾ വിശ്രമത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ തലച്ചോറിലെ ന്യൂറോൺ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരം തുരുമ്പെടുക്കാനുള്ള ഒരു അവസരത്തെയാണ് കൊളുത്തുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് നമ്മളെ വരുന്ന കുറേ ആൾക്കാർ ഇവിടെ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുമ്പോൾ മൊബൈൽ നോക്കുക, കഠിനമായ ജോലി ചെയ്യാതിരിക്കുക, ഇങ്ങനെ സമയം ഒഴിപ്പിക്കുക, അതിൻ്റെ ഇടയ്ക്ക് മൊബൈൽ നോക്കുക, ഇങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. അപ്പം ഈ ജോലിയൊന്നും ചെയ്യാൻ അവരെ കുറ്റം പറയാൻ കഴിയില്ല. എന്താ പറയുക, കുട്ടികളായാലും ആരായാലും വരുന്നവരായാലും അവരുടെ ഒരു ജീവിത രീതിയിൽ ഇത്രയും കഠിനമായ ജോലിയൊന്നും അവർ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യുക. അതുപോലെ തന്നെ അവർ 5 മണിക്ക് ശേഷം അവർ മൊബൈൽ വിളിച്ചാൽ എടുക്കൂല. ഇംഗ്ലീഷുകാർ അവരുടെ ജീവിതത്തിൽ അവർ സ്ലീപ്പിംഗ് ഉറങ്ങാൻ സമയത്ത് സ്ലീപ്പിംഗ് കൊണ്ടിടും, ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ നോക്കും. അവരുടെ രീതിയൊന്നും അല്ല അത്. അവർക്ക് കൊല്ലത്തിന് സമയത്തെ കൃത്യമായിട്ട് വിവേചിച്ചിട്ട് ആ രീതിയിൽ കൊണ്ട് ഇപ്പോൾ നമ്മളെ ഒരുപാട് വലിയ വലിയ ബിസിനസ് രംഗത്ത് അതിഉന്നത സമ്പന്നരായിട്ടുള്ള പല ആളുകളും പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് സമയം തീരെയില്ല. നമുക്ക് പാവങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, സമ്പത്തില്ല. അവർക്ക് സമ്പത്തുണ്ട്, സമയമില്ല. ആ രീതിയാണ്. അതേപോലെ തന്നെ ഇവിടെ ഇംഗ്ലീഷുകാരും ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായം. വളരെയധികം നന്ദി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ അനുഭവങ്ങൾ ഉൾപ്പെടുത്തിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ധാരാളം അനുഭവങ്ങളാണല്ലോ ഓരോ ദിവസം ഉള്ളത് അല്ലേ? തീർച്ചയായും. അപ്പോൾ നമുക്ക് നല്ലൊരു മാറ്റത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിലും ഒത്തിരി ചേഞ്ചുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് നല്ലൊരു മാറ്റം കേരളത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റങ്ങൾ വരും. സംഭവിച്ചത് പലരുടെയും വാക്കുകളും തന്നെ ലോകം തന്നെ ഉണ്ടായത്. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.